നമസ്കാരം. 10 വർഷം കേരളത്തെ അടക്കിഭരിച്ചിരുന്ന കേരളത്തിലെ ഇരട്ടച്ചങ്ങന്റെ മകൾ വീണ വിജയന് വീണ്ടും ED നോട്ടീസ് വന്നിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നു. നമുക്കറിയാം, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7:30 വരെ വീട്ടിൽ വന്നിരുന്ന് ചോദിച്ചതും പോരാഞ്ഞ് എറണാകുളത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതും പോരാഞ്ഞ് എന്നിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിക്കാതെ വീണ്ടും നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, സമൻസ് അയച്ചിരിക്കുന്നത്. അതായത് ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് സാരം. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ലഭിച്ചിട്ടുള്ള ആകെ 2.78 കോടി 2,78,00,000 രൂപയുടെ കണക്ക്, അതാണ് ഇഡിക്ക് അറിയേണ്ടത്. പണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊക്കെ എൻ്റെ സ്റ്റാഫിനോട് ചോദിക്കണം, അവർക്കേ അറിയൂ, എനിക്കറിയില്ല. ആ ലൈനിലാണ് മറുപടികൾ. എല്ലാ മറുപടികളും അങ്ങനെയാ. അക്കൗണ്ടിലേക്ക് കോടികൾ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ വാങ്ങും. പക്ഷെ അത് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ മറവി രോഗം ബാധിക്കുന്ന ഈ ഒരു തന്ത്രം ശരിക്കും അപാരമായ ഒരു അവസ്ഥ തന്നെയാണ്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. അതേസമയം ഒരു വിവരവും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയുമില്ല. എന്തൊരു ബുദ്ധിയാണെന്നറിയോ, ഒടുക്കത്തെ ബുദ്ധിയാണ്. ഇനി ഇതിനിടയിലാണ് SFOയിൽ നിന്നുള്ള ആ 22,000 പേജുകളുള്ള വലിയ രേഖയുടെ വരവ്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ ഇഡിക്ക് ഇപ്പോൾ രാത്രിയും പകലും ഇരുന്ന് പഠിക്കലാണ് പണി. ഇതൊക്കെ വായിച്ചു തീർത്തിട്ട് വേണം അടുത്ത ചോദ്യം ചെയ്യലിന് വടിയും കൂട്ടിയിരിക്കാൻ. മറുവശത്ത് പണം നൽകിയ കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള ശശിധരൻ കർത്തായുടെ ഭാര്യയും മക്കളെയും ഒക്കെ ഇഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു. അവർ വന്ന് കൃത്യമായി മണിയായിട്ട് മൊഴി നൽകി പോയിട്ടുമുണ്ട്. ഇനി കർത്തായെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. ഒരുപക്ഷെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ രണ്ടുപേരെയും നേർക്കുനേർ ഇരുത്തി ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടിയും വരും. ഒരാൾ പണം കൊടുത്തു എന്ന് പറയുമ്പോൾ മറ്റേയാൾ അത് സ്റ്റാഫിനോട് ചോദിക്കണം എന്ന് പറയുന്ന രംഗം കാണാൻ നല്ല രസമായിരിക്കും. ഈ പണം കൊടുക്കൽ കേസ് വെറും ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു തമാശ. ഭരണരംഗത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും VIP-കളും സാഹിത്യകാരന്മാരും വരെ ഈ ലിസ്റ്റിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. കർത്തായുടെ കയ്യിൽ പണം വാരിക്കോരി തരാൻ മാത്രം ഇത്രമാത്രം കോടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആവശ്യക്കാർക്കെല്ലാം സഹായം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല നമസ്കാരം പറയുകയും ചെയ്യാം. വീണ വിജയനെ അടുത്ത ചോദ്യം ചെയ്യലിന് ഇഡി വിളിച്ചു വരുത്തി സമൻസ് കൊടുത്തിട്ടുള്ളത് 29-ാം തീയതിയാണ്. 29-ാം തീയതി ഇഡി ഓഫീസിൽ പോയിട്ട് ഇഡിയുടെ മുന്നിൽ ഇഡി പലതും ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല, സ്റ്റാഫിനെ അറിയുള്ളൂ, അല്ലെങ്കിൽ മറന്നുപോയി എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കാരണം SFIയുടെ റിപ്പോർട്ട് ഏതാണ്ട് 22,000 പേജുണ്ട്. ആ 22,000 പേജ് റിപ്പോർട്ടും വായിച്ചു തീർക്കണം. പിന്നെ കർത്തായെ ചോദ്യം ചെയ്യണം. ഇതൊക്കെ ഇനി സമയമെടുക്കും. അതുകൊണ്ട് ഉടനടിയൊന്നും ഒരു നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. വീണ വിജയന് തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പണം വിദേശത്തേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ തന്നെയാണ് ഉള്ളത്. അതിനിപ്പോ എന്ത് ഒഫൻസ് വരാനാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കാത്തിരുന്ന് കാണാം. ഈ ചോദ്യോത്തര പരിപാടി ഉണ്ടല്ലോ, സമൻസിന് എത്ര കാലം കൊടുക്കും, എങ്ങനെ കൊടുക്കും, ഇനി നേരത്തെ നമ്മുടെ ലാവ്ലിൻ കേസ് പോലെ മാഞ്ഞു പോവോ, നീണ്ടു പോവോ, അതല്ല ഇത് സംഗതി കളി കാര്യമാണ്, തൂക്കിയകത്തിട്ടേക്കാം എന്ന് കരുതും. എന്തായാലും അതിനി കുറച്ച് നാളുകൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. Different angles. Don't forget to subscribe and support this channel.